നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ചതുർത്ഥ സ്കന്ധത്തിലെ ശ്രീകൃഷ്ണ ജനനം ആണ് വായിച്ചത്. ഇനി വായിക്കുന്നത് കൃഷ്ണ കഥകൾ ആണ്. അഥ ചതുർവിംശോധ്യായ കൃഷ്ണ കഥകൾ. വ്യാസ ഉവാച. പ്രാതർനന്ദഗൃഹേ ജാതാ പുത്രജന്മ മഹോത്സവ കിം വദന്ത്യന്തകംസേന ശ്രുതാചാരമുഖാതപി. പ്രഭാതത്തിൽ തന്നെ നന്ദഗൃഹത്തിൽ യശോദയ്ക്ക് ഉണ്ണി ഉണ്ടായതിൻ്റെ ആഘോഷം ആരംഭിച്ചു. ചാരന്മാർ മുഖേന കംസനൊരു കിംവദന്തി കേട്ടിരുന്നു. ജാനാദേ വസുദേവസ്യാദാരസ്തത്ര വസന്തിഹേ പശവോ ദാസവർഗശ്ച സർവേ തേ നന്ദഗോകുലേ. വസുദേവന്മാരുടെ ഭാര്യയും പശുക്കളും വൃദ്ധന്മാരുമെല്ലാം നന്ദകുലത്തിൽ വസിക്കുന്നതായി അറിയുന്നു എന്ന്. തേന ശങ്കാസമാവിഷ്ടോ ഗോകുലം പ്രതിഭാരതാം നാരദേനാപി തത്സർവം കഥിതം കാരണം പുരാ. അതിനാൽ ഗോകുലത്തെക്കുറിച്ച് ആശങ്കയുള്ളവനായിരുന്നു കംസൻ. നാരദൻ പണ്ട് പറഞ്ഞിരുന്നതെല്ലാം അതിനു നിമിത്തമായി തീർന്നു. ഗോകുലേയജനന്ദത്യാസ്തത് പത്ന്യശ്ച സുരാംശജാം ദേവകീ വസുദേവാദ്യാ സർവേ തേ ശത്രവക്കിലാം. ഗോകുലത്തിലുള്ള നന്ദൻ തുടങ്ങിയവരും അവരുടെ പത്നിമാരും ദേവകീ വസുദേവന്മാർ ദേവാദികളും എല്ലാം സുരാംശജരും നിന്റെ ശത്രുക്കളുമാണ്. ഇതി നാരദവാക്യേന ബോധിതോ അസൗ കുലാധമാം ജാതഗോപമനാരാജൻ കംസ പാപകൃത്. ഇങ്ങനെ നാരദൻ പറഞ്ഞു. ബോധ്യപ്പെട്ട കുലാധമനും മഹാപാപിയുമായ കംസൻ കുപിതനായി തീർന്നു. പൂതനാനിഹതാ തത്ര കൃഷ്ണേനാമിത തേജസാം ഭഗോവത്സാസുരാശാബി ധേനുകശ്ച മഹാബലാം. അതി തേജസ്വിയായ കൃഷ്ണൻ അവിടെ വെച്ച് പൂതനയെ കൊന്നു. ഭഗനും വത്സാസുരനും മഹാബലവാനുമായ ധേനുകനും പ്രലംഭോ നിഹതസ്തേന തഥാ ഗോവർദ്ധനോ ധൃതാ ശ്രുത്വേതത്കർമ്മ കംസസ്ഥു മേനേ മരണമാത്മനാം. പ്രലംഭനും കൃഷ്ണനാൽ കൊല്ലപ്പെട്ടു. അതുപോലെ ഗോവർദ്ധന പർവ്വതത്തെ ഉദ്ധരിച്ചു. കൃഷ്ണന്റെ ഇത്തരം കർമ്മങ്ങളെക്കുറിച്ച് കേട്ട കംസൻ തന്റെ മരണത്തെക്കുറിച്ചും ആലോചിച്ചു. തഥാ വിനിഹത കേശി ജ്ഞാത്വാ കംസോ അതിദുർമനാം ധനുർയാഗമിഷേണാശോ താവാനേതും പ്രചക്രമേ. അതുപോലെ കേശിയും വധിക്കപ്പെട്ടതറിഞ്ഞ് കംസൻ അത്യന്തം ഖിന്നനായി ധനുർയാഗം നടത്തുകയാണെന്ന വ്യാജേന അവരെ രണ്ടുപേരെയും കൊണ്ടുവരാൻ കംസൻ ആലോചിച്ചു. അക്രൂരം പ്രോഷയാമാസ ക്രൂരപാപപതിസ്തദാ ആനേതും രാമകൃഷ്ണൗ ച വധായാമിത വിക്രമോ. അമിത പരാക്രമികളായ രാമകൃഷ്ണന്മാരെ കൊണ്ടുവന്ന് വധിക്കുന്നതിനു വേണ്ടി ക്രൂരനും പാപബുദ്ധിയുമായ കംസൻ അക്രൂരനെ ഗോകുലത്തിലേക്ക് അയച്ചു. രഥമാരോപ്യ ഗോപാലൗ ഗോകുലാത് ഗാന്ധിനീസൂതാ ആഘതോ മധുരായാം തോ കംസാദേശേ സ്ഥിത കില. കംസന്റെ കൽപ്പന മാനിച്ച് അക്രൂരൻ ഗോകുലത്തിൽ നിന്ന് ഗോപകുമാരന്മാരെ ഇരുവരെയും തേരിൽ കയറ്റി മധുരയിലെത്തി. താവാഗത്യ തഥാ തത്ര ധനുർഭംഗം ചക്രദോ ഹദാദരജകം കാമം ഗജം ചാണൂരമുഷ്ടികം. അവർ അവിടെ വന്ന് ധനുർഭംഗം നിർവഹിച്ചു. രജകനെ കൊന്നതിനുശേഷം കുലരാബിയിടത്തെയും ചാണൂരമുഷ്ടിമാരെയും ശലം ചോശലം ചൈവ നിജഗാന ഹരിസ്തദാ ജഗാന കംസം ദേവേശ കേശേഷ്വാകൃഷ്യലീലയാം. ശലനെയും തോശലനെയും ഹരിവധിച്ചു. ദേവേശനായ കൃഷ്ണൻ പിന്നീട് തലമുടിക്ക് പിടിച്ചിഴിച്ച് കംസനെയും അനായാസം കൊന്നു. പിതരൗ മോചയിത്വാദാഗത ദുഃഖൗ ജകാരഹാം ഉഗ്രസേനായ രാജ്യം തദ്ധാവരി നിഷൂധന. പിന്നെ കാരാഗൃഹത്തിൽ കിടന്ന പിതാക്കന്മാരെ മോചിപ്പിച്ച് അവരുടെ ദുഃഖം ഇല്ലാതാക്കി. ശത്രുനിഷൂധനായ അദ്ദേഹം ആ രാജ്യം ഉഗ്രസേനു നൽകി. വസുദേവസ്തനയോർതത്ര മൗഞ്ചി ബന്ധനപൂർവകം കാരയാമാസ വിധിവത് വ്രതബന്ധം മഹാമനസ്കനായ വസുദേവൻ പിന്നീട് മേഖല അണിഞ്ഞുകൊണ്ടുള്ള വ്രതാനുഷ്ഠാനം ഉപനയനം അവിടെ വെച്ച് വിധിയനുസരിച്ച് അവരെ കൊണ്ട് ചെയ്യിച്ചു. ഉപനീതൗ തഥാ തൗ തോ ഗതൗ സാന്ദീപനാലയം
വിദ്യാ സർവാ സമഭ്യസ്യ മധുരാമാഗതൗ പുനം. അങ്ങനെ ഉപനീതരായ ശേഷം ഇരുവരും സാന്ദീപനിയുടെ ഭവനത്തിലേക്ക് പോയി. അവിടെ വെച്ച് സകല വിദ്യകളും പഠിച്ചതിന് ശേഷം വീണ്ടും മധുരയിലേക്ക് വന്നു. ജാതോ ദ്വാദശവർഷീയോ കൃതവിദ്യോ മഹാബലോ മധുരായാം സ്ഥിതോ വീരോ സുധാവാനകദുന്ദുബേ. അപ്പോഴേക്കും 12 വയസ്സായി. 2 പേർക്കും ഇരുവരും അഭ്യസ്തവിദ്യരും ശക്തരുമായി തീർന്നു. ആനന്ദദുന്ദുബിയുടെ 2 പുത്രന്മാരും പിന്നെ മധുരയിൽ തന്നെയായി താമസം. മാഗധസ്തോരരാസംദോ ജാമാതൃവദ ദുഃഖിത കൃത്തോ സൈന്യസമാജം സ മധുരാമാഗധപുരീം. തൻ്റെ ജാമാതാവായ കംസൻ വധിക്കപ്പെട്ടു എന്ന് കേട്ട് മഗധാധിപതിയായ ജരാസന്ധൻ ദുഃഖിതനായി ഒരു വലിയ സൈന്യത്തോടു കൂടി മധുരാപുരിയിലേക്ക് വന്നു. സപ്തദശവാരം തു കൃഷ്ണേന കൃതബുദ്ധിന ജിതഃ സംക്രമമാസാധ്യ മധുപുര്യാം നിവാസിനാം. മധുരാപുരി നിവാസിയും നിശ്ചയബുദ്ധിയുമായ കൃഷ്ണൻ അവനെ യുദ്ധത്തിൽ 17 തവണ പരാജയപ്പെടുത്തി. പശ്ചാശപ്രേരിതസ്തേന സകാലയവനാദ്വിതാം സർവമ്ലേച്ഛാധിപ ശൂരോ യഥാ യാദവാനാം ഭയങ്കര. പിന്നീട് ആ ജരാസന്ധന്റെ പ്രേരണ അനുസരിച്ച് സർവമ്ലേച്ഛന്മാരുടെയും അധിപനും ശൂരനും യാദവന്മാർക്ക് ഭീതിപ്രദനും കാലയവനൻ എന്ന് പേരുള്ളവനുമായ ശ്രുത്വായവനമായാന്തം കൃഷ്ണ സർവാനിധുത്തമാൻ ആനായാം ച തഥാ രാമമുവാച മധുസൂദന. യവനൻ വരുന്നുണ്ട് എന്ന് കേട്ട് സകല യദുമുഖ്യന്മാരെയും അതുപോലെ ബലരാമനെയും വിളിച്ചു വരുത്തി മധുഹന്തവായ കൃഷ്ണൻ പറഞ്ഞു: ഭയം നോ അത്ര സമുത്പന്നം ജരാസന്ധാത് മഹാബലാത് കിം കർത്തവ്യം മഹാഭാഗ യവന സമുപൈതി വൈ. മഹാബലവാനായ ജരാസന്ധനെ നമുക്കിപ്പോൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. മഹാഭാഗന്മാരെ, നാം എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? കാലവനും എത്തിക്കഴിഞ്ഞു. പ്രാണത്രാണം പ്രകർത്തവ്യം ത്യക്വാ ഗേഹം ബലം ധനം സുഖേനാസ്തേയതേയത്ര ദേശേ ഖലു പൈതൃക. വീടും ധനവും ഫലവും ഉപേക്ഷിച്ചിട്ടും പ്രാണനെ രക്ഷിക്കണം. എവിടെയാണോ അല്ലലില്ലാതെ കഴിഞ്ഞുകൂടാൻ കഴിയുന്നത് അത് തന്നെയാണ് പൈതൃകമായ പ്രദേശം. സദോദേകര കാമം കിം കർത്തവ്യകുലോചിത ശൈലസാഗര സാന്നിധ്യേ സ്ഥാതവ്യം സുഖമിച്ഛത. കുലോചിതമായതു ചെയ്യേണ്ടതല്ലേ എന്നു സദാ ഉത്കണ്ഠയുള്ളവനായിരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? സുഖം ഇച്ഛിക്കുന്നവൻ പർവ്വതത്തിൻ്റെയും മുകളിലോ സമുദ്രത്തിൻ്റെ കരയിലോ പോയി താമസിക്കണം. യത്ര വൈരിഭയം നാസ്യാത് സ്ഥാതവ്യം തത്ര പണ്ഡിതേ ശേഷശയ്യാം സമാശ്രിത്യ ഹരി സ്വപിതി സാഗരേ. ശത്രുഭയം എവിടെയില്ലയോ അവിടെ വേണം അറിവുള്ളവർ പാർക്കാൻ. അനന്തനെ ശയ്യാക്കിക്കൊണ്ട് വിഷ്ണു കടലിലല്ലേ കിടക്കുന്നുറങ്ങുന്നത്? തഥൈവ ജഭയാദ്ഭീത കൈലാസേ ത്രിപുരാധന തസ്മന്നാത്രൈവ സ്ഥാതവ്യമസ്മാഭി ശത്രുതാപിതേ. അതുപോലെ ഭയപ്പെട്ട് ത്രിപുരാന്തകനായ ശിവൻ കൈലാസപർവ്വതത്തിലല്ലേ കൂടിയിരിക്കുന്നത്? അതുകൊണ്ട് ശത്രുപീഠ ഉള്ള നാം ഈ സ്ഥലത്ത് പാർക്കരുത്. ദ്വാരവാത്യാം ഗമിഷ്യാമ സഹിതാ സർവ ഏവ വൈ കദിതാഗരുടേനാധ്യാരമ്യ ദ്വാരവതി പുരി. എല്ലാവരും ചേർന്ന് നമുക്ക് ദ്വാരകയിലേക്ക് പോകാം. ദ്വാരകാപുരി അതിമനോഹരമാണെന്ന് ഗരുഡൻ ഇന്നു പറയുകയുണ്ടായി. രൈവതാചല സാന്നിധ്യേ സിന്ധുകുലേ മനോഹര. രൈവത പർവ്വതത്തിനടുത്ത് കടൽ തീരത്താണ് ആ മനോഹരമായ പട്ടണം. വ്യാസോവാച തച്ഛ്രുത്വാ വചനം തദ്യം സർവേ യാദവ പുംഗവാം. സത്യമായ ആ വാക്കു കേട്ട് എല്ലാ യാദവ പ്രമുഖരും ഗമനായാമതിം ചക്രോ സകുടുംബാ സവാഹനാം ശകടാനി തദോഷ്ട്രശാവാമ്യശ്ച മഹിഷാസ്തദാ. സകുടുംബം വാഹനങ്ങളോട് കൂടി പോകാൻ നിശ്ചയിച്ചു. വാഹനങ്ങളിലും ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും പോത്തുകളുടെയും പുറത്തുമായി
ധനപൂർണാനി കൃത്വാ തേ നിര്യുർനഗരാത് ബഹി രാമകൃഷ്ണോ പുരസ്കൃത്യ സർവേ തേ സപരിച്ഛദാം. ദ്രവ്യങ്ങൾ നിറച്ച് രാമകൃഷ്ണന്മാരെ മുൻനിർത്തി പരിവാരങ്ങളോടുകൂടി അവർ നഗരത്തിനു പുറത്തേക്കു കടന്നു. അഗ്രേ കൃത്വാ പ്രജാ സർവാ ശ്രേശ്രു സർവേ യദുത്തമാ കതിചിത് ദിവസേ പ്രാപോ പുരീം ദ്വാരവതിം കില. പ്രജകളെയെല്ലാം മുൻനടത്തിക്കൊണ്ട് യദുപ്രമുഖന്മാരെല്ലാം മുന്നോട്ട് നീങ്ങി. ഏതാനും ദിവസങ്ങൾക്കകം അവർ ദ്വാരകാപുരിയിൽ എത്തിച്ചേർന്നു. ശില്പിഭീകാരയാമാസ നിർണോധാരം ഹി പാധവ സംസ്ഥാപ്യ യാദവാസ്തത്ര താവേതൗ ഫലകേശവു. ശില്പികളെ കൊണ്ട് മാധവൻ ആ പട്ടണത്തിന്റെ ജീർണോദ്ധാരണം നടത്തിച്ചു. പിന്നെ യാദവന്മാരെ എല്ലാം അവിടെ പാർപ്പിച്ചിട്ട് രാമകൃഷ്ണന്മാർ ഇരുവരും തരസാ മധുരാമേത്യ സംസ്ഥിതോ നിർജ്ജനാം പുരീം തഥാ തത്രൈവ സംപ്രാപ്തോ ബലവാൻ യവനാധിപ. വേഗം മധുരയിൽ ചെന്ന് നിർജ്ജനമായ ആ പട്ടണത്തിൽ വസിച്ചു. അപ്പോഴേക്കും ബലവാനായ യവനാധിപനും അവിടെ എത്തി. ജ്ഞാത്വൈനാമാഗതം കൃഷ്ണോ നിര്യൗനഗരാത് ബഹി പാദാതിരഗ്രേ തസ്യാഭൂദ്യവനസ്യ ജനാർദ്ദന. കാലയവനൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ കൃഷ്ണൻ പട്ടണത്തിന് പുറത്തു കടന്നു. യവനന്റെ മുമ്പിലൂടെ ജനാർദ്ദനൻ നടകൊണ്ടു. പീതാംബരധര ശ്രീമാൻ പ്രഹസൻ മധുസൂദന തം ദൃഷ്ട്വാ പുരതോ യാംദാ കൃഷ്ണം കമലലോചനം. പീതാംബരം ധരിച്ച് പ്രസന്നവതനായിരിക്കുന്ന മധുസൂദനൻ മുന്നിൽ പോകുന്ന കമലലോചനനായ കൃഷ്ണനെ കണ്ടിട്ട് യവനോ അഭീവദാദീസൻ പൃഷ്ടതോ അനുഗതഘലാ പ്രസുപ്തോ യത്ര രാജർഷേത് മുചുകുന്ദോ മഹാബലാം. ദുഷ്ടനായ യവനനും പിന്നാലെ നടന്നു. രാജർഷിയായ മുചുകുന്ദൻ എവിടെയാണോ കിടന്നുറങ്ങുന്നത് ആ സ്ഥലത്തേക്ക് പ്രയോ ഭഗവാൻസ്തത്ര സകലായവനോ ഹരി തത്രൈവാന്തർധതേ വിഷ്ണോർ മുചുകുന്ദം സമീക്ഷ്യ. ഭഗവാൻ ഹരി കാലവനോട് കൂടി നടന്നു. മുചുകുന്ദനെ കണ്ട ക്ഷണത്തിൽ തന്നെ വിഷ്ണു മറയുകയും ചെയ്തു. തത്രൈവ യവനപ്രാപ്ത സുപ്തഭൂതാപ മപശ്യത മത്വാതം വാസുദേവം സാവാദേനാദാടയൻ നൃപം. അവിടെ തന്നെ കാലയവനും എത്തി. ഉറങ്ങിക്കിടക്കുന്ന മുചുകുന്ദനെ കണ്ട് വാസുദേവനാണെന്ന് കരുതി കാലുകൊണ്ട് തൊഴിച്ചു. പ്രബുദ്ധ ക്രോധരക്താക്ഷസ്തം ദദാഹ മഹാബല തം ദഗ്ധ്വാ മുചുകുന്ദോ അദാദർശ കമലേക്ഷണം. മഹാശക്തനായ അദ്ദേഹം ഉണർന്നു. ക്രോധത്താൽ കലങ്ങിച്ചെന്ന കണ്ണുകൊണ്ട് യവനനെ ദഹിപ്പിച്ചു. അവനെ ദഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടു കമലേക്ഷണനായ കണ്ണൻ നിൽക്കുന്നത്. വാസുദേവം സുദേവേശം പ്രണമ്യ പ്രസ്ഥിതോ വനം ജഗാമാദ്വാരകാം കൃഷ്ണോ ബലദേവ സമന്വിത. ദേവേശനായ വസുദേവനെ മടങ്ങിയിട്ട് അദ്ദേഹം വനത്തിലേക്ക് പോയി. കൃഷ്ണൻ ബലരാമനോട് കൂടി ദ്വാരകയിലേക്കും പോയി. ഉഗ്രസേനം നൃപം കൃത്വാ വിജഹാര യദാരുചി അഹരത് രുക്മിണീം കാമം ശിശുപാല സ്വയംവരാത്. ഉഗ്രസേനനെ രാജാവാക്കിയിട്ട് അവിടെ യഥാരുചി വിഹരിച്ചു. ശിശുപാലന്റെ സ്വയംവരത്തിൽ വച്ച് രുക്മിണിയെ അപഹരിച്ചു. രാക്ഷസേന വിവാഹേന ചക്രേ ധാരവിധിം ഹരിം തദോ ജാംബവതിം സത്യാമിത്രബിന്ദാം ച ഭാമിനീം. രാക്ഷസ വിധിയനുസരിച്ച് വിവാഹം ചെയ്തു. പിന്നീട് ഹരി ജാമ്പവതിയെയും സത്യയെയും മിത്രവിന്ദയെയും ഭാമയെയും കാളിന്ദീം ലക്ഷ്മണാം ഭദ്രാം തഥാ നഗ്നജിതിം ശുഭാം പൃഥക് പൃഥക് സമാനീയാപ്യുപയേമേ ജനാർദ്ദന. കാളിന്ദിയെയും ലക്ഷ്മണയെയും നാഗ്നജിതിയെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു. അഷ്ടാവേവ മഹീപാല പജ്ഞാ പരശോഭന പ്രസൂതാ രുക്മിണി പുത്രം പ്രത്യുപ്നം ചാരുദർശനം. രാജൻ സുന്ദരിമാരായ 8 ഭാര്യമാരുണ്ടായിരുന്നു ഹരിക്ക്. അവരിൽ രുക്മിണി കാഴ്ചയ്ക്ക് സുന്ദരനായ പ്രത്യുപ്നനെ പ്രസവിച്ചു. ജാതകർമാധികം തസ്യ ചകാര മധുസൂദന
ഋതോസൗ സൂതികാഗേഹ ചംഭരേണ ബലീയസാം. ഭഗവാൻ മധുസൂദനൻ ആ ശിശുവിനെ ജാതകർമാദികൾ ചെയ്തു. എന്നാൽ ബലവാനായ ശംബരൻ അതിനെ സൂതികാഗൃഹത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയി. നീതശ്ച സ്വപുരീം ബാലോ മായാവത്യേ സമർപ്പിത വാസുദേവോ ഹൃദം ദൃഷ്ട്വാ പുത്രം ശോകസമന്വിത. ആ കുഞ്ഞിനെ ശംബരൻ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുചെന്ന് ഭാര്യയായ മായാവതിക്ക് നൽകി. പുത്രനെ അപഹരിച്ചു കൊണ്ടുപോയതറിഞ്ഞ് വാസുദേവൻ വളരെ വ്യസനിച്ചു. ജഗാമാശരണം ദേവി ഭക്തിയുക്തേന ചേതസാ വൃത്താസുരാധയോ ദൈത്യാലീലൈവയാഹത. വൃത്താസുരൻ തുടങ്ങിയ ദൈത്യന്മാരെ ആരാണോ അനായാസം കൊന്നത് ആ ദേവിയെ ഭക്തിപൂരിയായ ഹൃദയത്തോടെ അദ്ദേഹം ശരണം പ്രാപിച്ചു. തദോസോ യോഗമായാശകാര പരമാം സ്തുതിം വജോബി പരമോധാരേരക്ഷരേ സ്തവനേ ശുഭേ. പിന്നെ അദ്ദേഹം യോഗമായയെ മനസ്സാ നന്നായി സ്മരിച്ചു. അത്യുദാരമായ വാക്കുകൾ കൊണ്ടും ബീജാക്ഷരങ്ങൾ കൊണ്ടും ഉത്തമ കീർത്തനങ്ങൾ കൊണ്ടും സ്തുതിച്ചു. ശ്രീകൃഷ്ണ ഉവാച മാധർമയാതിതപസാ പരിതോഷിതാത്വം പ്രജന്മനി പ്രസുമനാധി വിരർച്ചിതാസി ധർമാത്മജേന ബദരീവനഖണ്ഡമധ്യേ കിം വിസ്മൃതോ ജനനി തേ ത്വയി ഭക്തിഭാവ. അമ്മേ, ധർമാത്മജനായ ഞാൻ കഴിഞ്ഞ ജന്മത്ത് ബദരീവന മധ്യത്തിൽ വെച്ച് അതികഠിനമായ തപസ്സു ചെയ്ത് നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ട്. പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിച്ചിട്ടുണ്ട്. അമ്മേ, നിന്നിൽ എനിക്ക് എത്ര ഭക്തിയുണ്ടെന്നുള്ളത് മറന്നുപോയോ? സൂതീഗ്രഹാദ പ്രഹൃതാ കിമോ ബാലകോ മേ കേനാഭി ദുഷ്ടമനസാപ്യത കൗതുകാധ്വാ മാനാപഹാരകരണായ മമാധ്യനൂനം ലജ്ജാതവാംബ ഖലു ഭക്തജനസ്വയുക്ത. കൗതുകത്താലോ ദുഷ്ടവിചാരത്താലോ എന്തോ സൂതികാഗ്രഹത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ ആരോ അപഹരിച്ചു കൊണ്ടുപോയി. എൻ്റെ മാനം കെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തതെന്ന് തീർച്ചയാണ്. ഞാൻ നിന്റെ ഭക്തനാണ്. ഭക്തന് പറ്റുന്ന മാനക്കേടിൽ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? ദുർഗോപാഹാം നദീതാരം നഗരീ സുഗുപ്ത തത്രാപി മേ അസ്തി സദനം കില മധ്യഭാഗേ അന്തഃപുരേ ച പിഹിതം നനു സൂതികേഹം ബാലോ ഹൃദ ഖലു തദാപി മമൈവ ദോഷാത്. അതിദുർഗമമായ വലിയ കോട്ട, അതിനുള്ളിൽ ശരിക്ക് സംരക്ഷിക്കപ്പെടുന്ന നഗരം, അതിൻ്റെ മധ്യഭാഗത്ത് എൻ്റെ ഭവനം. അന്തപുരത്തിനുള്ളിൽ സുരക്ഷിതമാണ് സൂതിഗൃഹം. എൻ്റെ കർമ്മദോഷത്താൽ അതിൽ നിന്നാണ് ബാലൻ അപഹരിക്കപ്പെട്ടത്. നാഹം ഗതപരപുരം നാ ച യാദവാശ ഋഷാവതി ച നഗരീ കില വീരവൈര്യേ മായാതവേവ ജനനീ പ്രകട പ്രഭാവ മേ ബാലക പരിഹൃത കുഹകേന. ഞാൻ മറ്റു നഗരത്തിലേക്ക് പോയില്ല, മറ്റു യാദവന്മാരും പോയില്ല. നഗരമാകട്ടെ വീരന്മാരായ യോദ്ധാക്കന്മാർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും. എന്നിട്ടും ഏതോ ഒരു വഞ്ചകൻ എൻ്റെ കുഞ്ഞിനെ അപഹരിച്ചു. അമ്മേ, നിന്റെ മായ പ്രകടമായ പ്രഭാവത്തോടു കൂടിയത് തന്നെ. നോ വേത്മ്യഹം ജനനീ തേ ചരിതം സുഗുപ്തം ഗോവേദമന്ദമതിരൽപ വിദേഹദേഹി ക്വാസോ ഗതോ യമ പടേർന ച വീക്ഷിതോ വാ ഹർത്താംബികേ ജവനീക തവ കൽപ്പിതേയം. അമ്മേ, എനിക്ക് അറിഞ്ഞുകൂടാ നിന്റെ അതിനിഗൂഢമായ ചരിത്രം. ബുദ്ധിശൂന്യന് അത് എങ്ങനെ അറിയാം? അല്പജ്ഞൻ തന്നെ മനുഷ്യൻ. അവൻ എവിടെയാണ് പോയത്? യമഭടന്മാർ കണ്ടില്ലേ ആ കള്ളനെ? അമ്മേ, നീ കൽപ്പിച്ച മായാവിനിയെ കൊണ്ടല്ലേ അങ്ങനെ വന്നത്? ചിത്രം ന തേ അത്ര പുരതോ മമ മാതൃഗർഭോ നീതസ്ത്വയാ അർദ്ധസമയേ കില മായയാസൗ യം രോഹിണീ ഹലധരം സൂഷവേ മർസിദ്ധം ധൂരേ സ്ഥിതാ പതിപരാമിഥുനം വിനാപി. നിന്നെ സംബന്ധിച്ച് അത്ഭുതമായിട്ടൊന്നുമില്ല. എൻ്റെ മാതാവിന് എനിക്ക് മുമ്പുണ്ടായ ഗർഭം പാതി വളർന്നപ്പോൾ നിന്റെ മായാവൈഭവത്താൽ രോഹിണിയിലേക്ക് മാറ്റപ്പെട്ടുവല്ലോ. പവിത്രയായ ആ രോഹിണി പതിസംഗമില്ലാതെ ദൂരെ പാർക്കവേ ബലരാമനെ പ്രസവിച്ചു എന്ന് പ്രസിദ്ധമാണ്. സൃഷ്ടിം കരോഷി ജഗതാമനുപാലനം ച നാശം തഥൈവ പുനരപ്യനിശം ഗുണേസ്തം കോ വേദത്തെ അംബചരിത്രം ദുരിതാന്തകാരി പ്രായേണ സർവമഖിലം വിഹിതം ത്വയേത
നീ ത്രിഗുണങ്ങളെ കൊണ്ട് ജഗത്ത് സൃഷ്ടിക്കുന്നു, അതിനെ പരിപാലിക്കുന്നു, അതുപോലെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സകല ദുരിതങ്ങളും ഇല്ലാതാക്കുന്ന അമ്മേ, നിന്റെ ചരിത്രം ആർക്കറിയാം? പ്രായണ ഇതെല്ലാം ചെയ്യുന്നത് നീ ഒരുത്തിയാണ്. ഉത്പാദ്യ പുത്രജനന പ്രഭാവം പ്രമോദം തത്വാ പുനർവിരഹജം കില ദുഃഖഭാരം ത്വം ക്രീഡസേ സുലളിതൈ ഖലു തൈർവിഹാരേ നോ ചേത് കഥം മമ സുതാപ്തിരതിർവൃഥ സ്യാത്. ആദ്യം പുത്രജനനം കൊണ്ടുള്ള സുഖം നൽകി, പിന്നെ അതിൻ്റെ വിരഹം കൊണ്ടുള്ള ദുഃഖഭാരവും. ആ വിധലീലകൾ കൊണ്ട് നീ വിഹരിക്കുകയാണോ? അല്ലെങ്കിൽ പുത്രലാഭം കൊണ്ട് എനിക്കുണ്ടായ സുഖം വൃഥ ആവുന്നതെങ്ങനെ? മാതാസ്യാരോധിതി സ്പൃശം കുര ഗ്രീവഭാല ദുഃഖം തനോതി മമ സന്നിധിക സദേവ കഷ്ടം ന വേൽസി ലളിതേ അപ്രതിവ പ്രഭാവേ മാതസ്ത്വമേവ ശരണം ഭവ പീഡിതാനാം. അമ്മേ, അവൻ്റെ അമ്മ ഇപ്പോഴും ഒരു മാടപ്രാവിനെ പോലെ എൻ്റെ മുന്നിലിരുന്ന് അഴൽ താങ്ങാനാവാതെ വിലപിക്കുകയാണ്. കഷ്ടം, അത് നീ അറിയുന്നില്ലല്ലോ. അതുല്യ പ്രഭാവയായ അമ്മേ, നീയാണ് സംസാര ദുഃഖത്തിൽ പെട്ടുഴലുന്നവർക്ക് ശരണം. സീമാസുഖസ്യ സുതജന്മസദീയനാശോ ദുഃഖസ്യ ദേവി ഭുവനേ വിബുധാ സ്വദന്തി തത്കിം കരോമി ജനനി പ്രഥമേ പ്രനഷ്ടേ പുത്രേ മമാദ്യ ഹൃദയം സ്ഫുടതൈവ മാതാ. ദേവി, പുത്രജന്മമാണ് സുഖത്തിൻ്റെ പരമകഷ്ട, അവൻ്റെ നാശം ദുഃഖത്തിൻ്റെ പരമസീമ. ഇതാണ് ലോകത്തിലെ ബുദ്ധിമാന്മാരുടെ അഭിപ്രായം. അമ്മേ, ഞാൻ ഇനി എന്തു ചെയ്യണം? ആദ്യപുത്രൻ നഷ്ടമായിരിക്കെ അമ്മേ, എൻ്റെ ഹൃദയം തകരുന്നു. യജ്ഞം കരോമി തവ തുഷ്ടികരം വ്രതം വാ ദൈവം ച പൂജനമദാഖില ദുഃഖഹാസ്ത്വം മാതാസുതോ അത്ര യതി ജീവതി ദർശയാശു തം വൈ ക്ഷമാ സകല ശോകവിനാശനായ. നിനക്ക് സന്തോഷമുണ്ടാവുന്നതിനുള്ള വ്രതവും ദൈവിക പൂജകളും ഞാൻ ചെയ്യുന്നുണ്ട്. നീ സകല ദുഃഖങ്ങളെയും പോക്കുന്നവളാണല്ലോ അമ്മേ. എൻ്റെ പുത്രൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവനെ എനിക്ക് കാണിച്ചു തരൂ. സകല ദുഃഖങ്ങളും നശിപ്പിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. വ്യാസ ഉവാച ഏവം സ്തുതാ തദദേവി കൃഷ്ണേനാക്ലിഷ്ടകർമ്മണ പ്രത്യക്ഷദർശനാ ഭൂത്വാ തമുവാച ജഗദ്ഗുരും. കർമാവായ കൃഷ്ണൻ ഇങ്ങനെ സ്തുതിച്ചപ്പോൾ ദേവി പ്രത്യക്ഷയായി ജഗദ്ഗുരുവായ അദ്ദേഹത്തോട് പറഞ്ഞു. ശ്രീദേവ്യുവാച ശോകം മാ കുരു ദേവേശ ശാപോ അയം തേ പുരാതന തസ്യ യോഗേന പുത്രസ്തേ ശംഭരേണ ഹൃതോ ബലാത്. ദേവേശ, അങ്ങ് ദുഃഖിക്കേണ്ട, അത് ഒരു ശാപത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ടാണ് അങ്ങയുടെ പുത്രനെ ശംഭരൻ ബലാൽ അപഹരിച്ചു കൊണ്ടുപോയത്. അതസ്തേ ഷോഡശേ വർഷേ ഹത്വാ തം ശംഭരം ബലാത് ആഗമിഷ്യതി പുത്രസ്തേത് മത്പ്രസാദാന്ന സംശയ. അതുകൊണ്ട് അങ്ങയുടെ പുത്രൻ 16-ാമത്തെ വർഷം ആ ശംഭരനെ നിഹനിച്ച് എൻ്റെ അനുഗ്രഹത്താൽ അങ്ങയുടെ അടുത്തെത്തും, സംശയമില്ല. വ്യാസോവാച ഇത്യുക്ത്വാ അന്തർധതേ ദേവി ചണ്ഡികാം ചണ്ഡവിക്രമാം ഭഗവാനഭിപുത്രസ്യ ശോകം ത്യക്ത്വാ ഭവത് സുഖി എന്ന് അരുളി ചെയ്തിട്ട് വിക്രമയായ ചണ്ഡികാദേവി അന്തർധാനം ചെയ്തു. ഭഗവാനും പുത്രനെക്കുറിച്ചുള്ള ശോകം വെടിഞ്ഞ് സുഖം പ്രാപിച്ചു. ഇത് ശ്രീദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ 4-വിംശോऽധ്യായ. ഓം ശ്രീ മഹാദേവേ നമഃ.